നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇന്ദ്ര, നീ എപ്പോ വന്നു? പുറത്ത് വണ്ടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു താഴെ ചേച്ചിയുടെ വീട്ടിൽ ആരെങ്കിലും വന്നായിരിക്കുന്ന. അല്ല, ഇന്ദ്രൻ തനിച്ചാണോ വന്നേ? അതെ, അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അപ്പോഴേക്കും അദ്ദേഹം എന്നെ കാണാൻ അങ്ങോട്ട് പോയി. അത് കുഴപ്പമില്ല, ഇന്ദ്രൻ അങ്ങനെയെങ്കിലും ഇവിടേക്ക് വന്നല്ലോ. അല്ലതെ, നിന്റെ ചേച്ചി എവിടെ? അത് ഇന്ദ്രന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? കുടിക്കിന്ദ്ര, തിരക്കില്ലെങ്കിൽ അമ്മാവൻ വന്ന് സംസാരിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാം. അയ്യോ, പോയിട്ട് അത്യാവശ്യമുണ്ട്. സമയം കിട്ടുമ്പോ ഞാനും അവനും കൂടി ഇങ്ങോട്ട് ഇറങ്ങാം. രഘു, വീട്ടിലുണ്ടായ സംഭവം നമുക്ക് മറക്കാം. ശബരിയെ കണ്ട് ഞാൻ പറയാം. പക്ഷേ വിനയനോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ആ സാറില്ല ഇന്ദ്ര, സംസാരിച്ചാലും അവൻ പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. അത് നമുക്ക് പതിയെ കൈകാര്യം ചെയ്യാം. ഇന്ദ്രനാ ഒന്നും കാര്യമാക്കണ്ട. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അച്ഛൻ വരുമ്പോ പറഞ്ഞാ മതി. ശരി, പോയിട്ട് വരാം. ശരി എന്നാ. ശരി. ഇന്ദ്രന് നല്ല മാറ്റമാണല്ലോ രഘുവേട്ടുണ്ടായിരിക്കുന്നേ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് ആ സംഭവത്തിന് ശേഷം ഇന്ദ്രേട്ടൻ നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തെന്ന്. അവൻ ആ സംഭവത്തിന് മുഴുവൻ സാക്ഷിയല്ലേ. അമ്മയുടെ ഭാഗത്ത് നിന്നാലും സത്യത്തെ ന്യായത്തെ അവഗണിക്കാൻ അവനെ പോലെ ഒരാൾക്ക് പറ്റോ? അതെ, സുശീലാന്റിയുടെ സ്വഭാവം അറിയാവുന്ന സ്ഥിതിക്ക് നമ്മളെപ്പോലെ വിനയനം മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അവൻ ഇടപെട്ടതാ എല്ലാ പ്രശ്നത്തിനും കാരണം. അങ്ങനെ പറയില്ലേ ചേച്ചി. വിനയേട്ടനപ്പം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ആ റോൾ ഏറ്റെടുക്കുമായിരുന്നു. ചിലപ്പോ ചേച്ചി തന്നെയായിരിക്കും അടുത്ത നിമിഷം പ്രതികരിക്കുന്നത്. സത്യം പറഞ്ഞ അവരുടെ സംസാരം കേട്ട് എനിക്ക് പോലും ചൊറിഞ്ഞു വന്നതാ. എന്നാലും ഇത്രയ്ക്ക് ഒരെന്നാലും ഇല്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ആർക്കിടയിൽ ഒരു ചർച്ചയും വേണ്ടതേ. അത് മറന്നു കളയുന്ന എല്ലാവർക്കും നല്ലത്. ഞാനൊന്നും പറയുന്നില്ല രഘുവേട്ട. ഞാനും നിർത്തി. ആ, എന്നാലേ നീ ഇന്ദ്രന് കൊടുത്തോലൊരു കോഫി എനിക്കെന്താ? നൂലുകെട്ടിന്റെ അന്ന് നല്ലൊരു സദ്യ കഴിക്കാന്ന് വെച്ചതാ. ഓ, അത് പോയി കിട്ടി. കൊണ്ടുവന്ന ആഹാരമൊക്കെ അതേപടി തിരിച്ചയച്ചു കളഞ്ഞില്ലേ ഇന്ദ്രൻ. അങ്ങനെ പല നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും ഭാനുമ്മേ. അതിനേക്കാളൊക്കെ വലുതാ മനുഷ്യന് അഭിമാനം. ആ, അന്നത്തെ സംഭവത്തില് നിനക്ക് വലിയ അഭിമാനമായിരിക്കും. പക്ഷേ ഇവിടെ നടന്നതിനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന കേട്ടപ്പോ എനിക്ക് അപമാനമാ തോന്നിയത്. ഛേ, അല്ല, അനന്തം മാഷല്ലേ വരുന്നേ? സുശീലേ, എന്താ ഇത്? ആ, മോളെ അനു, ദാ അച്ഛൻ വന്നു. അച്ഛാ, വാ പക്ഷേ കയറിയിരിക്കെ. സുശീല ഇപ്പം വരും. അച്ഛാ, ഞാൻ ആദ്യം സുശീല ഒന്ന് കാണട്ടെ മോളെ. സുശീലേ, ഞാൻ വന്നത് ഓ, നല്ല തൊലിക്കട്ടി ഉള്ളത് കൊണ്ടാ വന്നേ. ഒറ്റ വാക്കി പറഞ്ഞാ മതി. മാറി നിക്കടി.
അല്ല അന്നെന്നെ കുത്തി പറഞ്ഞൊന്നും പോരാഞ്ഞ് എന്നെ എന്റെ കുടുംബത്തെയും കുറിച്ച് പുതിയ എന്തെങ്കിലും വ്യാഖ്യാനമായിട്ട് വന്നതാണോ? മോളെ സുശീല ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചോണ്ടിരിക്കുക. എന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞത് ശരി തന്നെയാ. അല്ലാത്തവരെ ദൈവം ശിക്ഷിക്കുമെന്നും പറഞ്ഞു. അതൊരിക്കലും ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. അങ്ങനെ മറ്റൊരാളെ കുറിച്ച് മനസ്സിൽ ദോഷം വിചാരിക്കുന്ന ഒരാളും അല്ല ഞാൻ. ആണോ? പക്ഷെ എന്ത് ചെയ്യാനാ, പരിശുദ്ധമായ ഈ മനസ്സിൽ നിന്ന് വീണ വാക്ക് എവിടെയൊക്കെയോ തട്ടി എന്റെ നെഞ്ചി തന്നെ കൊണ്ടുമാഷേ. എങ്ങനെ കൊള്ളാതിരിക്കും? കുടുംബക്കാര് മൊത്തം ഈ വീട്ടിലെ ചടങ്ങ് കൊളവാക്കാൻ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് വന്നതായിരുന്നില്ലേ? എന്താ സുശീല ഇത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാ മാഷേ മുറ്റത്ത് കിടന്ന് കൂത്താടിയതിന് ഞാൻ എന്റെ മകനെ വഴക്ക് പറഞ്ഞപ്പോ വിനയനത് ഏറ്റുപിടിച്ചത്? അവൻ അങ്ങനെ ഒരു ടൈപ്പാ സുശീലേ? ഏയ് ഒന്നുമല്ല. അങ്ങനെയുള്ളവന്മാരെയൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ഇറക്കി കളിച്ചതാണെന്നേ ഞാൻ പറയൂ. ഓ, ആദ്യമൊക്കെ രഘു അമ്പിളിയായിരുന്നു. അവരൊന്നടങ്ങിയപ്പോ തലതിരിഞ്ഞ് പുതിയൊരു മരുമകനെ ഇറക്കി വെക്കുക. സുശീല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. അന്നത്തെ ആ നാലമ്പല യാത്ര മുടങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ വരാൻ പോകുന്ന ആപത്തിന്റെ മുന്നറിയിപ്പാണിതെന്ന്. ഓ കൊള്ളാം. പിന്നെ സുശീല ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും ആരും മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതല്ല. അതൊക്കെ ആരുടെയൊക്കെയോ സമയദോഷം കൊണ്ട് അങ്ങ് സംഭവിച്ചു പോയതാ. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. ബാക്കിയെല്ലാം മറന്ന് അന്നത്തെ ആ നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ സാധിച്ച എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചാലോ സുശീലേ? ഓ വാഴയ്ക്കാം. എന്റെ വായിലുള്ളത് കേൾക്കാൻ നിൽക്കാതെ ഒന്നിറങ്ങി പോകുന്നുണ്ടോ നിങ്ങള്? സുശീലേ, അച്ഛാ, ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വന്നു നിന്ന് കെഞ്ചുക എന്നുള്ളത് അച്ഛന്റെ തലയിലെഴുത്താണോ? ഇങ്ങനെ താണു വണങ്ങാൻ ഇവരാരാ അച്ഛന്റെ? മോളെ, ആഹാ, ഞാൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരിക്കും. അതാണ് നിന്റെ കുഴപ്പവും. കണ്ടില്ലേ, കണ്ടല്ലോ, പച്ചപ്പാവം നടിച്ചു കിടക്കുന്ന നിങ്ങളുടെ മകളുടെ തനിക്കോണം സ്വന്തം അച്ഛന്റെ മുമ്പിൽ വെച്ച് ഇതാണ് പ്രകടനമെങ്കിൽ അല്ലാത്തപ്പോ എന്തായിരിക്കും ഊഹിച്ചാ മതിയല്ലോ. എന്റെ അച്ഛനായതുകൊണ്ടാ ഞാനിങ്ങനെ ശബ്ദിക്കുന്നത്. എന്നോട് കാണിക്കുന്നത് പോലെ എന്റെ അച്ഛനോട് കാണിച്ചാ അത് ഞാൻ വകവെച്ച് തരില്ല. എന്റെ മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇല്ലച്ചാ, ഇതെനിക്ക് സഹിക്കാവുന്നല്ല. അപ്പുറം അച്ഛന്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തേ മാത്രം ചെയ്യുന്ന ഇവർക്ക് മുന്നില് ആർക്ക് വേണ്ടി അച്ഛനിങ്ങനെ നാണം കെട്ടി നിൽക്കുന്നേ? ഞാൻ ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചു കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് അച്ഛൻ ഇതെല്ലാം സഹിച്ച് യാചിക്കുന്നെങ്കിൽ ഇനി അത് വേണ്ട. മോളെ, എനിക്ക് വേണ്ടി അച്ഛൻ ഇവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. അന്ന് നിന്നോടാ ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. കൊള്ളാം, അച്ഛനും മകളും ചേർന്നുള്ള പുതിയ നാടകം ഗംഭീരമായിട്ടുണ്ട്. ഓ സുശീല ഒന്ന് മതിയാക്ക്. ഞാനെന്ത് മതിയാക്കാനതള്ളേ? ഇതെന്റെ വീടാ. ഇവിടെ വന്ന് എനിക്ക് മനസമാധാനക്കേട് ഉണ്ടാക്കിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ? സത്യമായും സുശീലയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. അതെല്ലാം ക്ഷമിച്ച് നമ്മളൊക്കെ പഴയതുപോലെ ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അന്ന് നീ ഇതിൽ ഇടപെടരുത്, അച്ഛനെ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് സുശീലേ? പറ, അതുപോലെ ചെയ്യാം. ചെയ്യാമെന്ന് പറഞ്ഞാ ചെയ്യണം, അല്ലാതെ അതിനും പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും കയ്യും കാലും പിടിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഇല്ല, സുശീല എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എങ്കി നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളും ഇനി ഈ വീടിന്റെ പടി ചവിട്ടരുത്.